ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. മാത്സ് ഡെസിമൽ ഫോംസ്. ഡെസിമൽ ഫോംസിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തി. ലാസ്റ്റ് സെഷനിലെ ലാസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്രയും വെച്ചാണ് നിർത്തിയത്. ഇവിടെ തന്നിരുന്നു 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു അല്ലെ. തേർഡ് ക്വസ്റ്റ്യനിലെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യനിലെ തേർഡ് വൺ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡെസിമൽ ഓഫ് 10/11 എത്രയാണ്? നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എത്രയാണ്? 1/11 എത്രയാണെന്ന് കണ്ടു ആദ്യം. എന്നിട്ട് അതിന്റെ കൂടെ 2 ഇൻറ്റു ചെയ്തപ്പോ 2/11 ആയി. 3 ഇൻറ്റു ചെയ്തപ്പോ 3/11 ആയി. അപ്പൊ ഇവിടെ ഇപ്പൊ ചോദിക്കുന്നത് 10/11 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് തന്നാലും ഇനി ഇപ്പോൾ എളുപ്പമാണ് അല്ലെ. 1/11 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടണമെങ്കിലും നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ആ 1/11 കൂടെ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ പറ്റാം? 10/11 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 1/11 ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1/11 നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 10 ഇൻറ്റു എന്നിട്ട് എളുപ്പമാണ് കേട്ടത്. 1/11 വാല്യൂ എത്രയാ? 0.0090909 ആണ് അല്ലെ. ഏതൊരു സംഖ്യനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പോയിന്റ് അങ്ങ് മാറ്റിയ പോലെ. ഇതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഇങ്ങോട്ട് പോകും അല്ലെ. അപ്പൊ ഉത്തരം എത്ര കിട്ടാം? ഇസിക്കൽ ടു എത്ര വരും? 0.09 എന്നുള്ളത് എന്താവും? ഇവിടെ എന്താവും? ഈ ഒരു പോയിന്റ് കൂടി ഇങ്ങോട്ട് പോയി ഇവിടെയാണ്. അപ്പൊ എന്താ വരിക? 0.9009 അല്ലെ. പിന്നെ 0 പിന്നെ 9 ഇങ്ങനെ പോവാ. 0.9 പോവും. പക്ഷെ ഒരു പോയിന്റ് ഇങ്ങോട്ട് പോയി. ഈ 0.0 ഈ പോയിന്റ് ഇവിടേക്ക് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോ ഇത്ര ഇതിനെത്രയാണ്? 0.9009 ആണ് അല്ലെ. 0.09009 ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? 0.909. കാരണം ഒരു പോയിന്റ് അങ്ങോട്ട് പോയി. അത്രയേ ഉള്ളൂ വ്യത്യാസം. 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ ഈ കണക്ക് ഒന്നും കൂടി പറഞ്ഞാൽ നമ്മള് 1/11 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1/11 നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ. 2/11 ചെയ്യാൻ അതിന്റെ ഇൻറ്റു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇതൊന്നും കൂടി ആവർത്തിച്ചെന്നുള്ളൂ. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. അപ്പൊ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? 10 ഇൻറ്റു 0.00909 ചോദിക്കാൻ കിട്ടി. ഇനി അടുത്ത സെറ്റാണ് ലാസ്റ്റ് സെറ്റ്. 4ാമത്തെ സെറ്റില് 5 കണക്കും കൂടി ഉള്ളൂ കേട്ടോ. റൈറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ ബിലോ ദ ഡെസിമൽ. കുറച്ച് ഡെസിമൽസ് തന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മള് ഡെസിമൽസിനെ ഒക്കെ കാണാൻ പഠിച്ചു കഴിഞ്ഞുട്ടോ. പാഠം ഫുള്ള് കഴിയാണ്. അപ്പൊ ഡെസിമൽസിനെ ചെറുതാക്കാനായിട്ട് ഫ്രാക്ഷൻ വന്നാൽ ഡെസിമൽ ഫോം എഴുതാൻ എല്ലാവരും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ആദ്യം 10/10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 100/100 കൊണ്ട് 1000/1000 കൊണ്ട്. ഇനി ആർക്കെങ്കിലും അത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചെയ്യുമ്പോ മനസ്സിലാവുന്നില്ലെങ്കിൽ വിളിക്കുക നിങ്ങൾ. അപ്പൊ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത കണക്ക് ലാസ്റ്റ് കണക്ക് എളുപ്പമാണ് കേട്ടോ. റൈറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ ബിലോ ആസ് ഡെസിമൽസ്. ഡെസിമൽസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.111 ഡോട്ട്സ് ഇട്ട് കൊടുത്തിരുന്നു പ്ലസ് 0.222 ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാൻ പഠിച്ചു. ഇനി തന്നിരിക്കാണ് 2 ഡെസിമൽസ് തന്നിരിക്കാണ്. അതിനെ കൂട്ടാൻ പറഞ്ഞിരിക്കാണ്. പക്ഷെ റൈറ്റ് ദ റിസൾട്ട് ഓപ്പറേഷൻ ബിലോ ആസ് ഡെസിമൽ. ഡെസിമൽ ആക്കിയിട്ട് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് ഏറ്റവും എളുപ്പം ഇതിനെ നമ്മൾ ചെയ്തതാണ്. ഇത് നമുക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാം ഇല്ലേ. അതല്ലേ എളുപ്പം. 1.111 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തതാണ്. എത്രയാ ഉത്തരം കിട്ടിയത്? 0.111 എത്രന്റെ പറയുന്നത്? 1/9. 1/9 ഉത്തരം നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തതാണ്. 1/9 ആണ്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ ഫോം ആദ്യം എഴുതാം. പ്ലസ് ഇതിന്റെ ഫ്രാക്ഷൻ ഫോം ഏതാ? ഞാൻ പറഞ്ഞു ഒരക്ക സംഖ്യ ഒരു ഡിജിറ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് ആവർത്തിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക? ഇത് ആവർത്തിച്ച് പോകണമെങ്കിൽ 9 ആയിരിക്കും ഡിനോമിനേറ്റർ. നമ്മൾ പൊതു തത്വത്തിലേക്ക് എത്തിയിരുന്നു അല്ലെ. ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞു. അതിന്റെ ഡിനോമിനേറ്റർ 9 ആണ്. അപ്പൊ ഇവിടെ 2 ആവർത്തിച്ച് പോകണമെങ്കിൽ എത്രയായിരിക്കും? 2/9 ആണ്. സുഖമായിട്ട് നമുക്ക് എഴുതി കൂടെ. അപ്പൊ 1/9 പ്ലസ് 2/9 എത്രയാ? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇത് കൂട്ടാം. ഛേദം തുല്യമാണ്. അപ്പൊ 1 + 2 3/9.
കൂട്ടിയാൽ പോരാട്ടോ, ഇനി അതിന്റെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാം. അപ്പൊ 9 വന്നാൽ 9 കൊണ്ട് ഹരിക്കുമ്പോ നമുക്കിപ്പോ അറിയാം എന്താണ്, സെയിം നമ്പർ വരുള്ളൂ. ഉത്തരം എത്രയായിരിക്കും? ഡെസിമൽ ഫോം ഈസ് ഈക്വൽ ടു, എന്നിട്ട് എഴുതാൻ നിങ്ങൾ ഇതിന്റെ ഡെസിമൽ ഫോം ഈസ് ഈക്വൽ ടു എത്രയാണ്? 3/9 ന്റെ ഡെസിമൽ ഫോം 0.333 ഇങ്ങനെ പോകും അല്ലേ? ഉത്തരം കിട്ടിയില്ലേ? എളുപ്പല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് കൂട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പം ഇതിങ്ങനെ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഫ്രാക്ഷൻ ഫോം എഴുതി. ഇതിന്റെ ഫ്രാക്ഷൻ ഫോം 1 ആണെങ്കിൽ നമുക്കറിയാം 1/9 ആണ്. 2 ആണെങ്കിൽ നമുക്കറിയാം 2/9 ആണ്. കിട്ടിയില്ലേ? അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത കണക്ക് 0.333 പ്ലസ് 0.777 ഡോട്ട്സ് ഉണ്ട് എവിടെയും ഡോട്ട്സ് ഉണ്ട് കേട്ടോ. 0.333ന്റെ കൂടെ 0.777 കൂട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്താണ് പറഞ്ഞ തിയറി? ഏത് ഒരക്ക സംഖ്യ ഒരു സിംഗിൾ ഡിജിറ്റ് ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 3/9 ആയിരിക്കും. ഇതിന്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 7/9 ആയിരിക്കും. ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അപ്പൊ ഇതിലെ കൂട്ടുക നമ്മള് 2 കൂടി കൂട്ടിയാൽ പോലെ 3/9 7/9 കൂടി കൂട്ടിയാൽ എത്ര വരും? ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ 9 ആണ്. 3 + 7 10 10/9. പക്ഷെ 10/9 മാത്രമേ ഇതേപോലെ ഫ്രാക്ഷൻ എഴുതണം. അപ്പൊ ഇവിടെയും ഇതിന്റെ ഡെസിമൽ ഫോം ഈസ് ഈക്വൽ ടു എത്രയാ വരിക? ആവർത്തിച്ച് പോകണം. അപ്പൊ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഇത് ആവർത്തിച്ച് വരണമെങ്കിൽ ഒരു പോയിന്റ് അങ്ങോട്ട് 10 നോക്ക്. ഇതിനെ 10/9 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 പോയിന്റ് ആണ് വരുന്നത് അല്ലെ? 1 പോയിന്റ്. പിന്നെ എന്താ വരുന്നത്? ഇവിടെ ആവർത്തിച്ച് പോകണമെങ്കിൽ ഇതെത്ര വരെ? 1.11 ഇങ്ങനെ ആവർത്തിച്ച്. ഇതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, 9നെ 10 കൊണ്ട് ആവർത്തിച്ച് ഒരു പ്രാവശ്യം പോകും അല്ലെ? 9 ആണ്. അപ്പോ ബാക്കി റിമൈൻഡർ 1 പോകില്ല. അപ്പൊ നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കണമെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുത്തു. വീണ്ടും 9 1 1 1 1 1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? ഇതിന്റെ ഉത്തരം 1.111 ആണ്. കാരണം 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നിങ്ങൾ ഇത്രയേ ഉള്ളൂ. 1/9നെ 10/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/9നെ ഇൻറ്റു 10 ചെയ്താൽ പോലെ. കഴിഞ്ഞ കളിക്ക് നമ്മൾ ചെയ്തതല്ലേ? ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഇത് ഡിവിഷൻ ചെയ്ത് നോക്കണമെന്നില്ല. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 10/9 വന്നാൽ 10 × 1/9 ആണ്. 1/9ന്റെ ഉത്തരം നമുക്ക് അറിയാൻ പറ്റിയാണ് 0.111 ആണ്. ഒന്നല്ലേ ആവർത്തിച്ചു വരാം. അപ്പോ അതിന്റെ 1/9ന്റെ 10 × 1/9 1/9ന്റെ വില എത്രയാണ്? 0.111 ഇങ്ങനെ പോവാണ്. അപ്പൊ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 1 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 10/9 വന്നപ്പോ എത്ര കിട്ടി? 1.111. മനസ്സിലായോ? ആദ്യം 3/9 ആക്കി. ഇത് 7 പോകുമ്പോ 7/9 ആയി. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ 10/9 ആണ്. 10/9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 10 × 1/9 ആണ്. 1/9 എന്ന് പറഞ്ഞാൽ 0.11 ആണ്. 10നെ 0.11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 0.11 എന്ന് പറയുന്നത് ഒരു പോയിന്റ് അങ്ങോട്ട് മാറ്റും. അപ്പൊ എന്താകും? 1.111. കിട്ടിയില്ലേ? അടുത്ത കണക്ക് ഇനി നമുക്കുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ. 0.33 ആണ്. 0.333 ഇൻറ്റു ആണ് കേട്ടോ. ഇപ്പൊ പ്ലസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, ഇനി മൈനസ് ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ ഇൻറ്റു ചെയ്യാനാണ് പോകുന്നത്. ഇൻറ്റു ചെയ്യുമ്പോ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കാം. ഡെസിമൽ ഫോമിനെ ഫ്രാക്ഷൻ ഫോം ആക്കണമെങ്കിൽ എത്രയാ വരിക? 3 3 3 എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് 3 വന്നാൽ നമുക്കറിയാം അതിന്റെ ഉത്തരം എത്രയായിരിക്കും? എത്രയായിരിക്കും ഇതിന്റെ ഉത്തരം? 3/9 കിട്ടിയോ? ഇൻറ്റു ഇവിടെ എത്രയായിരിക്കും? 6/9. കൂട്ടലല്ല, ഡിനോമിനേറ്റർ സെയിം ആവാനൊന്നും നോക്കണ്ട. ഇവിടെ എന്ത് ചെയ്യണം? നേരെ ഇൻറ്റു ചെയ്യണം. ചെയ്യണ്ടേ? അപ്പൊ എത്രയാണ്? 3 × 6. അതല്ലെങ്കിൽ വേണമെങ്കിൽ വെട്ടി
വെട്ടിക്കുറച്ച് നിങ്ങൾ 3x6 എത്രയാ 18/81. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ചെറുതാക്കാം. ചെറുതാക്കി നോക്കിക്കോ നിങ്ങൾ. എത്രയാണ് 3നെ വെട്ടിപ്പോകും. എത്രയാണ് 1/3 അല്ലേ? 3 പ്രാവശ്യം പോവും. ഇവിടെയും എത്രയാണ് 3 2 പ്രാവശ്യം പോവും. ഇവിടെ 3 പ്രാവശ്യം പോവും. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത് 1/3 ഇൻറ്റു 2/3. ഇനി ഇൻറ്റു ചെയ്യാൻ എളുപ്പമല്ലേ? 1 ഇൻറ്റു 2 എത്രയാ 2 ആണ്. 3 ഇൻറ്റു 3 എത്രയാ 9. 2/9 കിട്ടി. അപ്പൊ ഡെസിമൽ ഫോം എത്രയായിരിക്കും? 2 ഇൻറ്റു എത്രയാണ് 2/9 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/9 ആണ്. 1/9ന്റെ വില എത്രയാണ്? 0.111 അല്ലേ? അപ്പൊ 2 ഇൻറ്റു ഇത് വരുമ്പോ എത്രയാ? 0.222 ഇങ്ങനെ ആവർത്തിച്ച് കിട്ടിയില്ലേ? 2/9 എന്ന് പറഞ്ഞാൽ 0.222 ആവർത്തിച്ച് പോകണം. 1/9ന്റെ ഇൻറ്റു ചെയ്ത് 2 നമ്മൾ നേരത്തെ ചെയ്തതാണ് കഴിഞ്ഞ കളിക്കില്ലേ? അപ്പൊ 2/9 എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി 0.222 പോകുന്നത്. കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഇൻറ്റു ചെയ്യാനായിട്ട് എല്ലാവർക്കും നമ്മൾ ആദ്യം ഫ്രാക്ഷൻ ഫോം ആക്കി. ഫ്രാക്ഷൻ ഫോം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2/9 കിട്ടി. അപ്പൊ അതിന്റെ ഡെസിമൽ ഫോമിലേക്ക് എത്തി. അടുത്ത കളിക്ക് 0.333 ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കാണ്. ഇതിന്റെ സ്ക്വയർ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇൻറ്റു കാണാൻ പഠിച്ചു അല്ലെ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലസ് മൈനസ് ഇൻറ്റു കഴിഞ്ഞു. ഇനി ഡെസിമൽസിനെ നമ്മൾ സ്ക്വയർ കാണാനായിട്ട്. സ്ക്വയർ കാണാനും നമ്മൾ ഏറ്റവും എളുപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഫ്രാക്ഷൻ ഫോം ആക്കാം. എന്ന് പറഞ്ഞാൽ 0.333ന്റെ ഫ്രാക്ഷൻ ഫോം എത്രയാ? ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കുമ്പോ 3/9 അല്ലെ? അങ്ങനെ വരിക. 0.333 എന്ന് പറയുമ്പോ എത്രയാണ് വരുന്നത്? 3/9. ഇനി അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണുന്നത്. സ്ക്വയർ അല്ലേ വെച്ചിരിക്കുന്നത്? അതിന്റെ നമുക്ക് സ്ക്വയർ ആണ് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോ 3ന്റെ സ്ക്വയർ ഒന്നില്ലെങ്കിൽ ഇത് ചെറുതാക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ചെറുതാക്കാൻ. നിങ്ങൾക്ക് ചെറുത് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ 3നെ ഒരു പ്രാവശ്യം, ഇവിടെ എത്രയാണ് 3 പ്രാവശ്യം. അപ്പൊ നമ്മൾ എത്രയുടെ സ്ക്വയറാ കാണേണ്ടത്? 1/3ന്റെ സ്ക്വയർ. 1/3ന്റെ സ്ക്വയർ കാണണമെങ്കിൽ 1ന്റെ സ്ക്വയർ എത്രയാ 1, 3ന്റെ സ്ക്വയർ എത്രയാ 9. അപ്പൊ ഉത്തരം എത്രയായിരിക്കും? എന്ത് സിമ്പിൾ ആയിട്ട് കിട്ടിയെങ്കിൽ 0.333 ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/9 ആണ്. 1/9 നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഡെസിമൽ ഫോം ആക്കണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോ എത്രയാണ് കിട്ടുന്നത്? 0. അത് ആവർത്തിച്ചു വരണം. 1 കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ സ്ക്വയർ കാണാൻ പറഞ്ഞപ്പോ എത്ര എഴുതുക? 0.333 സ്ക്വയർ ഒന്ന് കണ്ട് ചെയ്യരുത് കേട്ടോ. ഇതിനെ ആദ്യം നമ്മൾ എന്താക്കിയത്? ആദ്യം നമ്മള് 0.333നെ നമ്മൾ എന്താക്കി? ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കി. ഫ്രാക്ഷൻ ഫോമിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന. സ്ക്വയർ കണ്ടു, ചെറുതാക്കി, എന്നിട്ട് സ്ക്വയർ കണ്ടു. അപ്പൊ 1/9 കിട്ടി. 1/9 എന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാം. 0.333 എന്ന് പറഞ്ഞാൽ 1/9 ആണ് എന്ന് പറഞ്ഞാൽ 1 റിപ്പീറ്റേഷൻ ചെയ്ത് 0.111 ഇട്ട് കൊടുത്താൽ മതി. കിട്ടിയില്ലേ? അപ്പൊ സ്ക്വയർ കണ്ടു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റൂട്ട് കാണാൻ പോകണം. അപ്പൊ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ ഏത് വന്നാലും നമുക്ക് ചെയ്യാമെന്ന്. ഡെസിമൽ ഫോമിനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കിയത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 0.444 ഇങ്ങനെ പോവാണ് അല്ലെ? അപ്പൊ ഇതിനും നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിന്റെ ഡെസിമൽ ഫോമിനെ ആദ്യം തന്നെ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാം. 0.444 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/9 അല്ലെ? 0.44 എന്ന് പറഞ്ഞാൽ 4/9 ആണ്. ഇത് നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചെറുതാക്കാൻ പറ്റുമോ? കോമൺ ആയിട്ട് വെട്ടിപ്പോകാനൊന്നുമില്ല അല്ലെ? അപ്പൊ 4/9 തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ 4/9ന്റെ റൂട്ട് കാണാം. റൂട്ട് കണ്ടുകൂടെ നമുക്ക്? അതിന് ചെറുതാക്കേണ്ട ആവശ്യമില്ല. 4ന്റെ റൂട്ട് എത്രയാ? 2. 9ന്റെ റൂട്ട് എത്ര കിട്ടി? 3 കിട്ടിയോ? 2/3 കിട്ടി അല്ലെ? 2/3 ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് ഇനി കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? ഇതിന്റെ റൂട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്? ആ
ഇതിനെ 9 കൊണ്ട് നമുക്ക് ഇതിനെ 9 ആക്കണം. ഇവിടെ 4/9 ആണ്. 4/9ന്റെ റൂട്ട് നമ്മൾ കണ്ടു, 4ന്റെ റൂട്ട് 2 ആണ്, 9ന്റെ റൂട്ട് 3 ആണെന്ന് കണ്ടു. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യണം? താഴെ ഡിനോമിനേറ്റർ 3 ആക്കണം, 9 ആക്കണം. 9 ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 9 ആക്കണമെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? പോയിന്റ് തന്നു, പോയിന്റിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി, ഫ്രാക്ഷന്റെ റൂട്ട് കണ്ടു, 2/3 കിട്ടി, ഉത്തരം കിട്ടി 2/3. പക്ഷെ 2/3 ഡെസിമൽ ആക്കണമെങ്കിൽ അത് 9ന്റെ മൾട്ടിപ്പിൾസ് ആക്കണം അല്ലെ? അപ്പൊ 9 ആവണമെങ്കിൽ 3 × 3 ചെയ്യണം. താഴെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ മുകളിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 2 × 3 എത്ര കിട്ടി? 6/9. ഇപ്പൊ കിട്ടി, നമുക്ക് ഫ്രാക്ഷൻ കിട്ടി ഇല്ലേ? ഹരണം ഭിന്ന രൂപത്തിൽ കിട്ടി, ഫ്രാക്ഷനിൽ കിട്ടി നമുക്ക് 6/9. ഇനി ഇതിനെ ഹരിക്കുമ്പോ എത്രയാണെന്ന് ചോദിക്കാനായിട്ട് ഒരൊക്ക സംഖ്യയാണ് 6, അതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോ എത്ര കിട്ടാം? 0.666 ഇങ്ങനെ പോകും. അപ്പൊ റൂട്ട് ഓഫ് 0.444 എത്രയാണ് കിട്ടുന്നത്? 0.666 ഇങ്ങനെ പോവുകയാണ്. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഈ കണക്ക് അവസാനിക്കുകയാണ്. ഇവിടെ കിട്ടി, നമ്മള് സ്ക്വയർ കാണാൻ പഠിച്ചു, റൂട്ട് കാണാൻ പഠിച്ചു, എല്ലാത്തിനും ഒറ്റ തർക്കം. ലാസ്റ്റിൽ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ ആവർത്തിച്ച് വരും. കിട്ടിയില്ലേ? ആദ്യം നമ്മള് ന്യൂ ഫോംസില് നമ്മൾ എന്താ പഠിച്ചത്? 10/10 കൊണ്ട്, 100/100, 1000/1000 അങ്ങനെ ചെയ്ത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നിയറസ്റ്റ് കാണാൻ പഠിച്ചു. അതെല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, പക്ഷെ അതൊന്ന് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. രണ്ടാമത് നമ്മളിപ്പോ പഠിച്ചത് 9ന്റെ ഡിനോമിനേറ്റർ 9 ആക്കാണ്. നമ്മൾ ഏത് ഡെസിമൽ നമ്പർ തന്നാലും 9ന്റെ ഡിനോമിനേറ്റർ ആക്കി ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഡിനോമിനേറ്റർ 9 ആക്കണം. ഡിനോമിനേറ്റർ എപ്പോഴും 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യ ആവർത്തിച്ച് പോയാൽ മതി. അപ്പൊ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എളുപ്പമായിട്ടില്ലേ? പ്ലസ് മൈനസ് ചെയ്തു, ഇൻറ്റു ചെയ്തു, സ്ക്വയർ കണ്ടു, സ്ക്വയർ റൂട്ട് കണ്ടു. ഇതെല്ലാം നമുക്ക് ഒരു സംഖ്യ ബുദ്ധിമുട്ടില്ലാണ്ട് സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പാഠം അവസാനിക്കാണ്. വളരെ ചെറിയൊരു പാഠമാണ്, കുറച്ച് പോർഷൻസേ ഉള്ളൂ. പക്ഷെ ആ നടുക്ക് കുറച്ച് ഭാഗം ന്യൂ ഫോംസ് തുടങ്ങുന്നത് ഇത്തിരി ബുദ്ധിമുട്ട്. അത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക എല്ലാവരും കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഈ പാഠം നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ.